OET പഠിക്കാൻ പോയപ്പോൾ അവിടെ നിന്നാണ് എനിക്ക് കൃപാസനം പത്രത്തെക്കുറിച്ചും ഉടമ്പടിയെക്കുറിച്ചും അറിവ് കിട്ടിയത്. ഞാൻ വന്ന് ഉടമ്പടി എടുക്കുകയും പക്ഷേ ഞാനത് ഫലപ്രദമായി പാലിച്ചില്ല. പിന്നീട് 2022 ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ഞാൻ അയർലൻഡിലേക്ക് പോയി. ഇതിനിടയ്ക്ക് പലതവണ ഞാൻ OET എക്സാം എഴുതുകയും ഫെയിൽ ആവുകയും ചെയ്തു. പിന്നീട് 2023 ഞാൻ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുകയും 2024 പുതുക്കുകയും ഈ 2 വർഷവും ഞാൻ കൃത്യമായി ഉടമ്പടികൾ നിബന്ധനകളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ ഉടമ്പടിയിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ജീവിച്ചു. മാതാവിൻ്റെ തൈലവും ഉപ്പും കാശുരൂപവും ഞാൻ കൂടെ കൊണ്ടുപോയി. അമ്മേ സഞ്ചാരി മാതാവേ, എൻ്റെ കൂടെ വന്ന് എക്സാം എഴുതി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എക്സാം ഹാളിൽ കയറി. എന്തായാലും ഫസ്റ്റ് ലിസണിങ് ആൻഡ് മൊഡ്യൂളായിരുന്നു. മാതാവിൻ്റെ കൂടെ വന്ന് എനിക്ക് ആൻസറുകൾ പറഞ്ഞു തന്നു. ഞാൻ പ്രതീക്ഷിച്ചേക്കാളും നന്നായി എനിക്ക് എക്സാം എഴുതാൻ പറ്റി. രണ്ടാമത്തെ മൊഡ്യൂൾ റീഡിംഗ് ആയിരുന്നു. അതും എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റി. എക്സാം കഴിഞ്ഞ അന്ന് മുതൽ എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റും പാസ്പോർട്ടും വെച്ച് എന്നും തൈലവും തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. മെയ് 10-ാം തീയതി രാവിലെ 5:30 ഞാൻ എഴുന്നേക്കും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടുവാനായിട്ട്. അങ്ങനെ മൊബൈൽ ഓപ്പൺ ചെയ്തപ്പോൾ മെയിലിൽ എൻ്റെ റിസൾട്ട് വന്നു എന്ന് കണ്ടു. പക്ഷേ ഞാൻ റിസൾട്ട് ഓപ്പൺ ആക്കിയില്ല. ഞാൻ ഡെയിലി ബ്രെഡ് കൂടി പ്രാർത്ഥിച്ചു, മെയിൽ ഓപ്പണാക്കി. മാതാവ് എനിക്ക് അയർലൻഡ് സ്കോർ നൽകി. മാതാവ് എന്നെ അനുഗ്രഹിച്ചു. എൻ്റെ ബ്രദർ, അവൻ ഡെഫ് ആൻഡ് ഡംബ് ആണ്. അവന് പാലക്കാട് വെച്ച് ഒരു സീരിയസ് ആയിട്ടുള്ള ആക്സിഡൻറ്റ് ഉണ്ടായി. അവന് സീരിയസ് ഹെഡ് ഇഞ്ചുറി ആയിരുന്നു. തലയിൽ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. യാതൊരു ബോധവുമില്ല. ഭയങ്കര വയലൻ്റ് ആയിരുന്നു. അവനെ വെന്റിലേറ്റർ സപ്പോർട്ട് നൽകി വെന്റിലേറ്ററിലാക്കി. അവർ പറഞ്ഞു, ഡോക്ടേഴ്സ് പറഞ്ഞു 6 മണിക്കൂറിന് ശേഷം അടുത്ത ഒരു സ്കാൻ ചെയ്യണം. ആ സ്കാനിങ്ങിൽ ബ്ലീഡിങ് കൂടുന്നുണ്ടെങ്കിൽ എമർജൻസി സർജറി ചെയ്യണം. ഞാൻ അപ്പോൾ തന്നെ ക്യാൻഡിൽ ലൈറ്റ് പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അവനെ ഓർത്തുകൊണ്ട് എൻ്റെ തലയിൽ ഉടമ്പടി തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ജപമാല ചൊല്ലി ഞാൻ പ്രാർത്ഥന ആരംഭിച്ചു. എൻ്റെ മുറിയിലിരുന്ന് പ്രാർത്ഥിച്ചു. 6 മണിക്കൂർ കഴിഞ്ഞുള്ള സ്കാനിങ് കഴിഞ്ഞു. ബ്ലീഡിങ് കൂടിയില്ല. സർജറി വേണ്ടി വന്നില്ല. 3-ാം ദിവസം അവനെ വെന്റിലേറ്ററിൽ നിന്ന് ഔട്ടാക്കി. പിന്നീട് ഞങ്ങൾ പാലാ മെഡിസിറ്റിയിലോട്ട് അവനെ ട്രാൻസ്ഫർ ചെയ്തു. അവിടെ 1-2 ആഴ്ച ഹോസ്പിറ്റലിൽ കിടന്നു. ഡിസ്ചാർജായി. ഡോക്ടർ പറഞ്ഞു എങ്ങനെയും നടക്കുവാനായിട്ടും പൂർണ്ണ ഒരു തിരിച്ചു വരവിന് 3 മാസം സമയം കുറഞ്ഞത് വേണം. പക്ഷേ സമയത്തിന്മേൽ അധികാരമുള്ള മാതാവ് അവനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നു. ഞങ്ങൾക്ക് വീട്ടിൽ നോക്കാൻ ആരുമില്ല. ഞങ്ങളുടെ പേരൻസ് ഇപ്പോൾ ഇല്ല. ഞങ്ങൾ അവനെ നോക്കാനായിട്ട് ഒരു ഹോം നേഴ്സിനെ വെച്ചു. അതൊരു ബ്രദറായിരുന്നു. പുള്ളിക്കാരനും ഇവിടെ ഉടമ്പടി എടുത്ത ഒരാളായിരുന്നു. ഞാനും പുള്ളിക്കാരനോട് പറയും എന്നും അവനെ ഉടമ്പടി തൈലം തേച്ച് അവന് പ്രാർത്ഥിക്കണം. പുള്ളി അങ്ങനെ ചെയ്തു. ഞാനും അവന് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ 3 മാസം പറഞ്ഞ സമയത്ത് വെറും 3 ആഴ്ച കൊണ്ട് അവൻ എഴുന്നേറ്റ് നടക്കുകയും ആളുകളെ തിരിച്ചറിയുവാനും തുടങ്ങി. ഇപ്പോൾ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി അവൻ എല്ലാ ജോലിക്കും പോകുന്നു. പൂർണ്ണ ആരോഗ്യത്തോടുകൂടി അവൻ ജീവിക്കുന്നു.